ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം റിയാസ്. അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതാണ് ഓൺലൈൻ പേയ്മെൻറ്റ്. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് നമുക്ക് പലപ്പോഴും കിട്ടുന്ന ചാൻസ് കുറവാണ്, കൂടുതലും ക്യാഷ് ഓൺ ഡെലിവറിയാണ് വരുന്നത്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി വരുന്ന സമയത്ത് നമുക്ക് മിക്ക ഓർഡേഴ്സും ഡെലിവേർഡ് ആവാതെ റിട്ടേൺ ആവുന്ന കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് റിട്ടേൺ കുറേ ഓർഡർ റിട്ടേൺ ആയിട്ട് വരുന്നത്, എങ്ങനെ നമുക്ക് RTO റേറ്റ് കുറയ്ക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെ ഓൺലൈൻ പേയ്മെൻറ്റ് കൂടുതലായിട്ട് ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. കസ്റ്റമേഴ്സിനെ കൊണ്ട് എങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 500 രൂപ അല്ലെങ്കിൽ 400 രൂപയൊക്കെ ആണെങ്കിൽ കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് വയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവരെ കൊണ്ട് 50 റുപ്പീസോ അല്ലെങ്കിൽ 30 റുപ്പീസോ അല്ലെങ്കിൽ 90 റുപ്പീസോ 99 റുപ്പീസോ നമ്മൾ എന്ത് ചെയ്യും, പേ ചെയ്യിപ്പിക്കും. അതിന് ബാക്കി ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കൊടുക്കാൻ പറയും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് സ്റ്റോറിൽ കയറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഓപ്ഷനിൽ നിൽക്കുകയാണ്, സെറ്റിങ്സിൽ പേയ്മെൻറ്റ് ഓപ്ഷനിൽ നിൽക്കുകയാണ്. പേയ്മെൻറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ ഫോൺ പേ ഷോപ്പിഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾ എന്താ ഡീആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോൺ പേ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ആപ്പ് സ്റ്റോറിലായിട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ആപ്പ് സ്റ്റോറിൽ പോകാൻ വേണ്ടി സെർച്ചിൽ പോയിട്ട് ആപ്സ് എടുക്കുക. ആപ്സിൽ റെക്കമെൻഡഡ് ആപ്സിൽ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ ആപ്പ് സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. ആപ്പ് സ്റ്റോറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആപ്പിൻ്റെ പേര്, അപ്പോൾ ഞാൻ ആപ്പ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആപ്പിൻ്റെ നെയിം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ടു ഷിപ്പ് എന്നാണ്. ഓക്കെ, സ്പ്ലിറ്റ് ടു ഷിപ്പ്. അപ്പോൾ ഇതാണ് ആ ഒരു ആപ്പ്. ഇപ്പോൾ ഈ ആപ്പ് ധാരാളം ആൾക്കാർക്കൊന്നും അറിയത്തില്ല, യുണീക്ക് ആപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പ് എന്താ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആപ്പ്. ഇപ്പോൾ ഈ ഒരു ആപ്പ് ഞാൻ പിൻ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും വേണമെങ്കിൽ അങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റും സെലക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രമാണെങ്കിൽ ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം സെലക്ട് ചെയ്ത്, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാർഷ്യൽ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഡക്ട്സിൽ പോയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, നിങ്ങൾ ഏത് കളക്ഷൻ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു കളക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സ്കിൻ ഇമ്പ്രൂവ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലാക്ക് ഹെഡ് റിമൂവർ എക്സ്ട്രാക്റ്റർ ടൂൾ സെറ്റ് ഓഫ് 4. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് പാർഷ്യൽ പേയ്മെൻറ്റ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആഡ് എന്ന് പറഞ്ഞിട്ട് ലോഡാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലായിരിക്കും എത്തുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പാർഷ്യൽ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് എമൗണ്ട് വാങ്ങിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഒരു 5% വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് സേവ് ആയി. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഓൺലൈൻ സ്റ്റോറിലോട്ട് പോവുക. നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതാണ് വളരെ ലേറ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ തീംസിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റമൈസ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് എംബഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ കയറുക.
അതിൽ കയറിയിട്ട് ഈ സ്പ്ലിറ്റ് ടു ഷിപ്പ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അത് നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്ത് ആ പ്രൊഡക്റ്റിലേക്കൊന്ന് പോകാം. ഓക്കെ, ഒരു പ്രൊഡക്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഇവിടെ നമുക്ക് പാർഷ്യൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ബ്ലോക്കാണെന്ന് തോന്നുന്നു. ആഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് സ്പ്ലിറ്റ് ടു ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. ഇത് നിങ്ങളെന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് പ്രൈസിൻ്റെ താഴെയായിട്ട് വയ്ക്കുക. പ്രൈസിൻ്റെ അല്ല, ബൈ ബട്ടൻ്റെ മേലിലായിട്ട് വയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ഇനി എന്ത് മൊബൈൽ സ്റ്റോറിൽ നോക്കിയാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. മൊബൈലിൽ കയറി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി മൊബൈലിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ ജസ്റ്റ് സേവ് ചെയ്യുക. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് വ്യൂ ചെയ്ത് നോക്കിയാൽ അത് കാണാൻ പറ്റും. കാണിച്ചു തരാം. ഞാൻ വ്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോറിലെത്തിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ സ്കിൻ ഇമ്പ്രൂവ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാം. നെറ്റ് നല്ല സ്ലോ ആണ്. ഇവിടെ കറക്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ വൈഫൈ കാര്യങ്ങളൊക്കെ കുറച്ച് സീനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ മൊബൈലിൽ വൈഫൈ വെച്ചാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതാണ് എത്ര സ്ലോ. ഇപ്പോൾ സ്കിൻ ഇമ്പ്രൂവ്മെൻറ്റ്സിൽ കയറിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് എടുത്തിട്ട് ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് ടു കാർട്ട് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഇതിൽ വരത്തുള്ളൂ. ഇതിപ്പം മൊബൈലിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആഡ് ടു കാർട്ട് ഇങ്ങ് പോയത്. നമ്മൾ ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടിൽ സാധനം പോയി കിടക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 29 റുപ്പീസ് മാത്രം ഇപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്തത്. റിമൈനിങ് ബാലൻസ് 570 രൂപ. യു നീഡ് ടു പേ റിമൈനിങ് ബാലൻസ് ടു ഡെലിവറി പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. പാർഷ്യൽ പേയ്മെൻറ്റ് 29 റുപ്പീസ്, ഫുൾ പേയ്മെൻറ്റ് 599 റുപ്പീസ്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, 29 റുപ്പീസ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, പേ ചെയ്യും. അപ്പോൾ ഈ 29 റുപ്പീസ് പേ ചെയ്തുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, RTOയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കുറവുകളായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡെലിവറി ക്യാൻസലായി തിരിച്ചു വരുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഈ പാർഷ്യൽ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ചുമ്മാ നമ്പർ ആഡ് ചെയ്യാണ്. ഫസ്റ്റ് നെയിമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവർ അടിച്ചു കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ ഞാൻ ഫോൺ പേ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് പേന് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ പേൻ്റെ പേജ് ഓണായി വന്നിട്ടുണ്ട്. ഇതിൽ 34 റുപ്പീസ്, ഇത് ടാക്സും കൂടെ ചേർത്തിട്ടാണ് 34 റുപ്പീസ് മാത്രമേ ഇവിടെ പേ ചെയ്യാൻ വരുന്നുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയാണ് മൊബൈലിലും ചോദിക്കുന്നത്. ഓക്കെ, മൊബൈലിന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 599 രൂപയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടിൽ അപ്പോൾ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ലോഡാവാൻ കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർഷ്യൽ പേയ്മെൻറ്റും അതുപോലെ തന്നെ ഫുൾ പേയ്മെൻറ്റും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ കസ്റ്റമേഴ്സിന് പാർഷ്യൽ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ 29 റുപ്പീസ്, പിന്നെ എസ്റ്റിമേറ്റഡ് ടാക്സ് 2 റുപ്പീസ്. അപ്പോൾ 31 രൂപ മാത്രമേ അവർക്ക് പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RTOയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പേയ്മെൻറ്റ് പ്രൊവൈഡർ വേണം. നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങളെ സ്റ്റോറിൽ ആക്ടിവേറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ
എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ കമൻറ്റ് സെക്ഷനിൽ കേൾക്കുക. അതുപോലെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ബിസിയാണ്, എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. അപ്പോൾ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. മേക്ക് യുവർ സെൽസ്. ബൈ ഗൈസ്.